ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പടം ദ ഏജ് ഓഫ് ലുലു, നിഗൂഢമായ ആഗ്രഹങ്ങളുടെ ഒരു യാത്ര. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോയിലേക്ക് പോകാം. സിനിമകൾ വെറും കാഴ്ചകളല്ല, ചിലപ്പോൾ അതൊരു അനുഭവമാണ്. നമ്മുടെ ചിന്തകളെയും ധാരണകളെയും ചോദ്യം ചെയ്യുന്ന അല്പം ബോൾഡായ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രത്യേക അനുഭവമായിരിക്കും ഈ സിനിമ. ലൈംഗികതയെയും മനുഷ്യൻ്റെ ആന്തരികമായ ആഗ്രഹങ്ങളെയും വളരെ തുറന്ന മനസ്സോടെ സമീപിച്ച ഒരു സ്പാനിഷ് ചിത്രമാണിത്. ചെറുപ്പത്തിൽ തന്നെ ലൈംഗികതയോട് ഒരുതരം തീവ്രമായ ആകാംക്ഷയും കൗതുകവും ലുലുവിന് ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരൻ്റെ സുഹൃത്തായ പാബ്ലോയുമായി അവർക്കൊരു പ്രത്യേക അടുപ്പം തോന്നുന്നു. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയും അവർക്കിടയിൽ വളരെ തീവ്രമായൊരു വൈകാരികവും ശാരീരികവുമായ അടുപ്പം വളരുകയും ചെയ്യുന്നു. എന്നാൽ പാബ്ലോയുടെ അഭാവത്തിൽ ലുലുവിൻ്റെ ജീവിതം പുതിയ വഴികളിലേക്ക് മാറുന്നു. അവൾ സ്വന്തം ആഗ്രഹങ്ങളെ പിന്തുടർന്ന് ലൈംഗികതയുടെ പല തലങ്ങളിലൂടെയും കടന്നു പോകാൻ തുടങ്ങുന്നു. പുതിയ അനുഭവങ്ങൾ തേടി ലുലു യാത്ര ചെയ്യുന്ന ഓരോ ലോകവും അവളെ കൂടുതൽ ധൈര്യശാലിയാക്കുന്നു. എന്നാൽ ചിലപ്പോൾ അത് അപകടകരമായ ചില ഇരുണ്ട ഇടങ്ങളിലേക്കും അവളെ നയിക്കുന്നു. ഒരു സ്ത്രീയുടെ സ്വത്വത്തെയും ലൈംഗിക സ്വാതന്ത്ര്യത്തെയും ആഴത്തിൽ അന്വേഷിക്കുന്ന ഒരു യാത്രയാണിത്. അവളുടെ ഓരോ തിരഞ്ഞെടുപ്പുകളും അവളെ എങ്ങോട്ട് എത്തിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രധാന ഭാഗം. UK ഈ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ സെൻസർ ബോർഡ് ഏകദേശം 3 മിനിറ്റോളം നീളുന്ന ഭാഗങ്ങൾ വെട്ടിച്ചുരുക്കിയിരുന്നു. പിന്നീട് 2002 DVD റിലീസിൽ ഈ രംഗങ്ങൾ മിക്കതും പുനഃസ്ഥാപിക്കപ്പെട്ടു. സിനിമയിലെ ലൈംഗിക രംഗങ്ങളുടെ തീവ്രത കാരണം ലുലു എന്ന പ്രധാന കഥാപാത്രത്തെ ആദ്യം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന ഏഞ്ചല മൊളീന എന്ന നടി പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറി. പിന്നീട് ഫ്രാൻസിസ് കനേരിയാണ് ആ റോൾ ചെയ്തത്. ഇത് സിനിമയുടെ ഉള്ളടക്കം എത്രത്തോളം ബോൾഡായിരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. സ്ട്രിക്ട്ലി 80+ മൂവിയാണ്. ബിക്കോസ് ഓഫ് ദ ന്യൂഡിറ്റി ആൻഡ് ദം. എല്ലാവരും ഈ സിനിമ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു.